പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിരവധി വ്യക്തികളുള്ളിൽ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട്. അത് ഇവിടെയുള്ളവർ മാത്രമല്ല, അച്ഛൻ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, അച്ഛാ സത്യം പറഞ്ഞാൽ എവിടെ നിൽക്കണ്ടെന്നൊരു ലക്കില്ലാതെ ആയിരിക്കുകയാണ്, ആരുടെ കൂടെ നിൽക്കണം? ശരിക്കും ചിലർ പറയണത് നല്ല ആളുകളൊക്കെ സഭ വിട്ടുപോയി. അപ്പം അതുകൊണ്ട് ഇപ്പം ചില ഒരു ആൾ പറഞ്ഞത്, എനിക്ക് നല്ല മാതൃക ഒരു പുരുഷനുണ്ടായിരുന്നു, അദ്ദേഹം ഡോക്ടറായിരുന്നു. എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ ഒരു മാതൃകാ പുരുഷനായി കരുതിയിരുന്നൊരു കത്തോലിക്കനായിരുന്നു അദ്ദേഹം സഭ വിട്ടുപോയി അച്ഛാ. അദ്ദേഹം ഇന്ന് വേറൊരു സഭ. അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ ആ ഡോക്ടറായിരുന്നു, ആ ഡോക്ടർ സഭ വിട്ടു. അപ്പം ഞാൻ കത്തോലിക്ക സഭയിൽ നിൽക്കണോ, ഞാൻ ആ സഭയിൽ നിൽക്കണോ, ഞാൻ എവിടെ പോവച്ചാ? അതിനേക്കാൾ സങ്കടം ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞാൽ, എൻ്റെ അപ്പനും അമ്മയും ഒരു പ്രത്യേക സഭാ വിഭാഗത്തിലേക്ക് പോയച്ചാ. അവൻ്റെ ഭയങ്കര അനുഭവമാണെന്ന് പറയണച്ചാ. ഇത് ചെറുപ്പക്കാരൻ അവൻ്റെ ആ കുടുംബത്തിലെ മകനാണ്, അത് കോളേജിലൂടെ പഠിക്കുകയായിരുന്നു, അതുകൊണ്ട് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പോൾ അപ്പനും അമ്മയും സഭ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ നിർബന്ധിക്കുകയാണ്, നീ ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരനാണെങ്കിൽ ചെറുപ്പം തൊട്ട് നല്ല വിശ്വാസവും പ്രാർത്ഥനയും ജപമാലയും കുർബാനയും ആരാധനയൊക്കെ ഉള്ള ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മനസ്സ് വരുന്നില്ല അച്ഛാ, അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ധ്യാനകേന്ദ്രത്തിൽ വന്നതാണ്. ഹല്ലേലൂയ. ഈ അടുത്ത കാലത്ത് ചില ഈ സംഭവവികാസങ്ങൾ കേരള സഭയുണ്ട്. അപ്പോൾ ചില അച്ഛന്മാർ തന്നെ നെഗറ്റീവായിട്ട് പ്രസംഗിക്കുക, കത്തോലിക്ക സഭ തോമസ് ലീഗ വന്നിട്ടില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അല്ല കേരള കത്തോലിക്ക സഭയിലല്ല, അതായത് നമ്മൾ ചിലപ്പോൾ വളരെ പ്രധാനപ്പെട്ടവർ വിചാരിച്ചു ചില അച്ഛന്മാർ തന്നെ ചിലപ്പോൾ സഭയുടെ പ്രബോധനങ്ങൾക്ക് എതിരായി പ്രസംഗിക്കുന്നു. ചിലപ്പോൾ ചില സിസ്റ്റർമാർ, നമ്മൾ മാതൃകാ പുരുഷന്മാരെ കണ്ടിരുന്ന ചില സിസ്റ്റർമാർ, ഞങ്ങളുടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ ഏറ്റവും മെയിൻ ടോപ്പ് ഒരു സിസ്റ്ററായിരുന്നു. ആ സിസ്റ്റർ തിരുസഭ ഉപേക്ഷിച്ചു. അതിനുശേഷം സിസ്റ്റർ ചില പുസ്തകമൊക്കെ എഴുതി. അപ്പോൾ അത് ഈ സിസ്റ്റർ പഠിപ്പിച്ച കുട്ടികൾക്ക് ഒരു ഭയങ്കര സംഘർഷം. കുട്ടികൾക്കാണെങ്കിൽ ഹൃദയത്തിൽ ഈശോയുടെ സഭയോടും ഭയങ്കര സ്നേഹം. പക്ഷേ സിസ്റ്റർ പറയാണ്, ഇതിൽ നിന്ന് കാര്യമില്ല, അവിശ്വാസവും നിഷേധ ചിന്തകളും നിരീശ്വര ചിന്തകളും സിസ്റ്റർ സ്ഥാനം ഉപേക്ഷിച്ച് പോയ സിസ്റ്റർ പറയുക. അപ്പോൾ ഇത് വെറുതെ സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതിനേക്കാൾ വലിയ സംഭവം ഉണ്ടായത് അട്ടപ്പാടിയിൽ തന്നെ ഒരു സംഭവമാണ്. അട്ടപ്പാടിയിലെ ഒരു ചേട്ടനോട് വന്ന് പറയുകയാണ്, അദ്ദേഹം ഒരു യുക്തിവാദിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ അച്ഛനേക്കാളൊക്കെ പുലിയായ അച്ഛന്മാരിവിടെ വന്നിട്ടുണ്ട് അട്ടപ്പാടിയിൽ. എന്നിട്ട് 10-75 വർഷം അവരിവിടെ എന്ന് പറഞ്ഞപ്പോൾ ആ അച്ഛന് 75 വയസ്സായി കാണുമായിരിക്കും, അതായിരിക്കും ആദ്യം പറഞ്ഞത്. കുറേ ഒരു പതിറ്റാണ്ടല്ലോ, ഒരു 1/4 നൂറ്റാണ്ട് കാലമൊക്കെ ഈ അട്ടപ്പാടിയിലെ ഓരോ പള്ളികളിലും അച്ഛൻ ഇപ്പോൾ ചെയ്യുന്നേക്കാളൊക്കെ 10,000 ഇരട്ടി കണ്ണുനീരോടെ ശുശ്രൂഷ ചെയ്തു. എന്നിട്ട് ഇപ്പം അച്ഛൻ ഒരു മുസ്ലിം ആകാൻ ആഗ്രഹിക്കുക. അച്ഛന് വിശ്വാസം പോയി, അച്ഛൻ കുർബാന ചെല്ലുന്നില്ല. അപ്പം അച്ഛൻ പറയണത് വിശ്വസിക്കണം, അച്ഛൻ പറയണത് അച്ഛനിപ്പം പള്ളിയിലൊന്നുമില്ല. അച്ഛനങ്ങനെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ആവേശമായിരുന്നു ഈ അച്ഛൻ, ഇപ്പം അച്ഛൻ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഞങ്ങൾ ഏത് വിശ്വസിക്കണം അച്ഛാ? ഞങ്ങൾ എവിടെ നിൽക്കണം അച്ഛാ? പറയാച്ചാ. ഇങ്ങനെ വന്ന് ആളുകൾ ഇങ്ങനെ പല കോംപ്ലിക്കേറ്റഡ് ആയ സിറ്റുവേഷനിൽ നിന്ന് അവർ ക്രൈസിസിലാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച്, എൻ്റെ പിതാവേ, സത്യം പറഞ്ഞാൽ ചില ആളുകൾ പറയാണ്, ശരിക്കും ഇടവപ്പള്ളിയിലുള്ള ആളുകളെക്കാളും നല്ല ആളുകൾ സഭ വിട്ടുപോയ ആളുകളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുവച്ചാ എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഞാൻ ആ സമയത്ത് എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് തന്ന ചില ബോധ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. തോമസ് മൂർ എന്ന് പറഞ്ഞൊരു വിശുദ്ധനെ കാണിച്ചു തന്നു. തോമസ് മൂർ, അദ്ദേഹത്തിൻ്റെ കാലത്ത് ആംഗ്ലിക്കൻ സഭയിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ സഭയിൽ വലിയ ക്രൈസിസ് ഉണ്ടായി. ചക്രവർത്തി കത്തോലിക്ക സഭ ഉപേക്ഷിച്ചു. ചക്രവർത്തി സ്വന്തം ഒരു സഭ അങ്ങോട്ട് സ്ഥാപിച്ചു. ഹെൻറി 8 രാജാവ് ഒരു സഭ അങ്ങോട്ട് സ്ഥാപിച്ചു. ഇംഗ്ലണ്ടിലെ മുഴുവനും പറഞ്ഞ് അങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഒരുപാട് അച്ഛന്മാർ അങ്ങോട്ട് പോയി കാണും, ഒരുപാട് കർദിനാളന്മാർ ചിലപ്പോൾ പോയി കാണുമായിരിക്കും. ആ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നത് കുറച്ച് പേര് മാത്രം ഈശോയുടെ അപ്പസ്തോലിക സഭയിൽ ഉറച്ചു നിന്നു. അതിലൊരാളാണ് തോമസ് മൂർ. തോമസ് മൂറിൻ്റെ മക്കളും തോമസ് മൂറിൻ്റെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ കാര്യം തന്നെ അവർ പലതവണ വന്ന് തോമസ് മൂറിനെ പ്രേരിപ്പിച്ചു എന്ന് വായിച്ചു ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ തോമസ് മൂർ എന്ന് പറഞ്ഞ ആ വിശുദ്ധൻ, ആ അൽമായൻ യേശുക്രിസ്തു മൂലക്കല്ലും ശ്ലീഹമാരും അടിത്തറയ സഭയെ ഉറച്ചു നിൽക്കാൻ വേണ്ടി രക്തം അങ്ങോട്ട് ചിന്താൻ തയ്യാറായി. സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ച് അതികഠിനമായ മനുഷ്യർ ചിന്തിക്കാൻ പറ്റുന്ന കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നുപോയി ജീവൻ അർപ്പിച്ച് അദ്ദേഹം മരണം വരെ
യേശുക്രിസ്തു മൂലക്കല്ലും സ്ലീഹന്മാർ അടിത്തറ സഭയിൽ ഉറച്ചിരുന്നു. അദ്ദേഹം മാതൃകാപരമായി കണ്ടിരുന്ന ഒരുപാട് അച്ഛന്മാർ ആംഗ്ലിക്കൻ സഭയിലേക്ക് പോയി. അദ്ദേഹം മാതൃകാപരം കണ്ടിരുന്ന ഒരുപാട് ബിഷപ്പുമാർ പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു. മാതൃകാപരം പല പല കാർഡിനൽസും ഇംഗ്ലണ്ടിൽ ഈ സഭയോട് കൂറ് പുലർത്താത്തൊരു അന്തരീക്ഷം കണ്ടു. പക്ഷെ തോമസ് മൂർ എന്ന ആത്മായൻ ഉറച്ചു നിന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, ഈശോ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. അതാണ് ഇന്ന് രാത്രി നമ്മൾ പങ്കുവെക്കാൻ പോണത്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ഇത് അഭിയുന്ന പിതാവ്, കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു വചനം എനിക്ക് വീണ്ടും ഒന്ന് ആവർത്തിക്കാൻ തോന്നുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 65-67 വരെ വാക്യങ്ങളിലാണ്. അതിൽ എന്നെ സ്പർശിക്കുന്ന വചനം ഇതാണ്: നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? പൊയ്ക്കോളൂ പൊയ്ക്കോളൂ എന്നാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. ആ വചനം അത് എന്നെ ഭയങ്കര സ്പർശിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ ടോക്കിന്റെ വിഷയം അത് തന്നെയാണ്. നിങ്ങളും പോകുവാൻ ആരോടാ ഈശോ ചോദിക്കണത്? ആ 12 പേരോട്, സ്ലീഹന്മാരോട്. എന്ന് പറഞ്ഞാൽ വലിയൊരു, അതായത് ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഈശോയെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയി. ഇന്ന് സഭയിൽ ഉപേക്ഷിച്ച് പോണത് മാതിരി. അപ്പൊ 12 പേര് അവിടെ ഈശോയുടെ കൺമുമ്പിൽ കാണപ്പെട്ടു. ഉടനെ ആ 12 പേരോട് ചോദിക്കുകയാണ്, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണത്. നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? അതിനെക്കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തുവും അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സഭയുടെ ഉള്ളിലൊരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം ആദ്യം മനസ്സിലാക്കിയാലാണ് ഈ ചോദ്യത്തിൻ്റെ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിലും യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിലും യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലും യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലും പരിശുദ്ധാത്മാവ് എങ്ങനെ യേശുക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്നുവോ അതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ സഭ ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ സഭയിൽ പ്രവർത്തിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൽ 35-ാമത്തെ വാക്യം. അവിടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മാതാവിന് പറഞ്ഞു എങ്ങനെയാണ്? എന്താ പറഞ്ഞു കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ അപ്പൊ യേശുവിന്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലാണ് യേശുവിന്റെ ജനനം. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ യേശു ജനിച്ചു. യേശുവിന്റെ പരസ്യ ജീവിത കാലത്ത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുന്ന എങ്ങനെയാണ്? ജോർദാൻ നദിയിലൊക്കെ മാമോസ മുങ്ങി പോകുമ്പോൾ 4-ാം അധ്യായം അതിൽ 1-ാമത്തെ വാക്യം അവിടെ നമ്മൾ കാണുന്ന എങ്ങനെയാണ്? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. മാമോദിസയുടെ സമയത്ത് യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ പരസ്യ ജീവിതകാലത്തെല്ലാം യേശുവിന്റെ ശരീരം മുഴുവനും ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞിരുന്നുകൊണ്ട് അവന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് ദൈവവചനത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 19-ാമത്തെ തിരുലിഖിതത്തിൽ വായിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം അതിൽ 19-ാമത്തെ തിരുലിഖിതം. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങളിൽ ഈശോ തന്നെ നേരിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. ഈശോ പറഞ്ഞെങ്ങനെയാണ്? ഇതാ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, സ്വർഗത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പൊ ഈശോയെ കുറിച്ച് തന്നെ പറയാണ്, ഇതാ എൻ്റെ മേൽ സ്വർഗത്തിന്റെ ആത്മാവ് നിറഞ്ഞിരിക്കുകയാണ്, കർത്താവിന്റെ ആത്മാവ് എന്നിൽ ആവസിച്ചിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു എന്ന് ഈശോയുടെ ആത്മാവബോധം ഈശോ വെളിപ്പെടുത്തുകയാണ്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈശോയുടെ കുരിശുമരണ സമയത്തും ഈശോ പരിശുദ്ധാത്മാവിലാണ് ആ കുരിശുമരണത്തിലൂടെ കടന്നുപോയത്. ഈശോയുടെ ഉത്ഥാനവും അതുപോലെ തന്നെയാണ്. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്തി ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, അതായത് പിതാവായ ദൈവത്തിന്റെ ആത്മാവാണ് യേശുവിനെ കല്ലറയിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ്, പരിശുദ്ധാത്മാവ്.
അപ്പോൾ യേശുവിൻ്റെ ജനനത്തിലും യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലും യേശുവിൻ്റെ മിനിസ്ട്രിയിലും യേശുവിൻ്റെ മരണത്തിലും യേശുവിൻ്റെ ഉത്ഥാനത്തിലും പരിശുദ്ധാത്മാവായിരുന്നു ചീഫ് എന്താ പറയണത്, പ്രധാന ഘടകം എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. മുഖ്യശക്തി പരിശുദ്ധാത്മാവായിരുന്നു എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ഒരു കാര്യത്തെ ധ്യാനിച്ച് തിരുസഭ മക്കളെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ ജനന മരണ ഉത്ഥാനങ്ങളാകുന്ന മിശിഹ രഹസ്യങ്ങളുടെയും സഭയുടെയും ജീവൻ പരിശുദ്ധാത്മാവാണ്. അപ്പൊ മിശിഹായുടെ ജീവൻ പരിശുദ്ധാത്മാവാണ്, മിശിഹായുടെ സഭയുടെ ജീവനും പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഡോമിനം എത്ത് വിവിഫിക്കാന്തം എന്ന ഒരു ചാക്രിക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? മിശിഹായുടെ ആത്മാവ് അവിടത്തേക്ക് ജീവൻ പ്രദാനം ചെയ്തതുപോലെ അവിടുത്തെ ശരീരമായ സഭയിലും ജീവൻ പ്രദാനം ചെയ്യുന്നു. അപ്പൊ സഭയിൽ ഉണ്ടാകുന്ന ജീവൻ നമ്മുടെ പുണ്യം കൊണ്ടല്ല, വട്ടായിലച്ചന്റെ പുണ്യം കൊണ്ടല്ല. എന്ത് അട്ടപ്പാടിയിലെ സെഗ്യോൺ ധ്യാനകേന്ദ്രത്തിൽ ജീവൻ ഉണ്ടാകണത്. ഞാൻ പുണ്യവാനാണെങ്കിൽ എനിക്ക് കൊള്ളാം, സ്വർഗത്തിൽ പോകാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സഭ എൻ്റെ പുണ്യത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ. ഹല്ലേലൂയ. കർത്താവിന്റെ സഭ ഇടവേലെ വികാരിയച്ഛന്റെ പുണ്യത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. കൂദാശകളുടെ ശക്തി ഇടവേലെ വികാരിയച്ഛന്റെ പുണ്യത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. രൂപതയുടെ ശക്തി രൂപതയിലെ മേലധികാരികളുടെ എന്തെങ്കിലും തരത്തിലുള്ള തപസ്സോ പ്രാശ്ചിത്തോ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാർപ്പാപ്പ തുടങ്ങി ഇങ്ങോട്ടുള്ള സകല മാമോദിസ മുങ്ങിയ ആളുകൾ അംഗമായ യേശുക്രിസ്തുവിന്റെ സഭയുടെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ജീവൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് എന്നൊക്കെ പറഞ്ഞ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് മാർപ്പാപ്പ ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: മിശിഹായുടെ ആത്മാവ് അവിടുത്തെ ശരീരത്തിൽ ജീവൻ പ്രദാനം ചെയ്തതുപോലെ അവിടുത്തെ ശരീരമായ സഭയിലും ജീവൻ വർഷിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ആഗസ്തീനോസ് ഒരു വീക്ഷണം രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ആഗസ്തീനോസിന്റെ നിരീക്ഷണം ഇതാണ്: തിരുസഭ ആത്മാവിന്റെ സഭയാണ്. അതെന്ന് ഉറക്കെ പറഞ്ഞേ. തിരുസഭ പരിശുദ്ധാത്മാവിന്റെ സഭയാണ്. ഇതാണ് ആഗസ്തീനോസിന്റെ നിരീക്ഷണം. ഒന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞേ. തിരുസഭ പരിശുദ്ധാത്മാവിന്റെ സഭയാണ് എന്നുറക്കെ പറ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്താ പരിശുദ്ധാത്മാവിന്റെ സഭയുടെ പ്രത്യേകത? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തിരുസഭ ആരംഭിക്കുന്നത് എങ്ങനെയാ? ഈശോ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്ത്രീകന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ സ്വഭാവം നമുക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവർ ചിലപ്പം സഹനം ഇഷ്ടമല്ല. ഈശോ സഹനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അയ്യോ അതൊന്നും വേണ്ട, നമുക്ക് കുരിശ് മരിക്കൊന്നും വേണ്ട, നമുക്ക് നല്ല രാജാവായിട്ട് സുഖമായിട്ട് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു, ലോകാരൂപി ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ആരാണ് വലുത് ആരാണ് ചെറുതെന്ന മെന്റാലിറ്റി ഉണ്ടായിരുന്നു മനസ്സിലാക്കണം. ലോകത്തിന്റെ ഒരു രീതി ആ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കണം. എന്നാൽ പന്തക്കൊസ്താ നാളിൽ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്ന ആരവത്തോടെ വലിയ ശബ്ദം ഉണ്ടായി. പരിശുദ്ധാത്മാവ് അവിടെ കൂടിയിരുന്ന എല്ലാവരുടെ മേൽ വന്നു. ഓരോരുത്തരുടെ മേലും അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നതായി അവർ കണ്ടു. പത്രോസിനോടൊപ്പം 11 പേരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് അവർ സംസാരിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. അന്ന് വരെ ഉണ്ടായിരുന്ന ചരിത്രം അങ്ങോട്ട് മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടു കൂടിയാണ് മിശിഹായുടെ സഭ സത്യത്തിൽ ഈ ജീവനുള്ള സഭയായിട്ട് മാറിയത് എന്നൊക്കെ പറഞ്ഞ. ഹല്ലേലൂയ. ചരിത്രത്തിൽ സഭയുടെ ജീവൻ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടെയാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, മിശിഹായ്ക്ക് മുമ്പും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നില്ലേ? പന്തക്കൊസ്താ തിരുനാളിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാവൂൾ എന്ന രാജാവിന് പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ സാവൂളിലെ പരിശുദ്ധാത്മാവ് ഇടയ്ക്ക് സാവൂള് പല വിക്രസുകൾ കാണിച്ചപ്പോൾ, സാവൂള് പല തോന്നിയാസങ്ങൾ കാണിച്ചപ്പോൾ, വചന ലംഘനങ്ങൾ വന്നപ്പോൾ സാവൂളിനെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ പല പ്രശ്നം വന്നപ്പോൾ ദാവീദ് പൊട്ടിക്കറിഞ്ഞ് ആനന്ദിപ്പിച്ച് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്നാണ് ദാവീദ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പന്തക്കൊസ്താ തിരുനാൾ വരെ അതിനു മുമ്പും ലോകത്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ ആ പരിശുദ്ധാത്മാവ് രാജാക്കന്മാരിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും അകന്നു പോകുന്നതായിട്ട്, അവർ വീണു പോകുമ്പോൾ ആത്മാവ് വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പന്തക്കൊസ്താ തിരുനാളിൽ വന്ന പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത അങ്ങനെയല്ല. പന്തക്കൊസ്താ തിരുനാൾ തൊട്ട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം വഴി നമ്മുടെ മേൽ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മോടുകൂടെ ആയിരിക്കാൻ സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ടിരിക്കുകയാണ്.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൽ 16-ാമത്തെ തിരുലിഖിതം യോഹന്നാൻ 14:16 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ അവിടുന്ന് സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ആ സഹായകന്റെ പ്രത്യേകത എന്താ? എന്നേക്കും എന്നേക്കും ഒരിക്കലും ഉപേക്ഷിച്ചു പോകാത്ത ആത്മാവ്. എനിക്ക് വീഴ്ചയുണ്ടാവും, എനിക്ക് ബലഹീനതയുണ്ടായിരിക്കും, എൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള അന്ധകാരങ്ങൾ വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ പരിശുദ്ധാത്മാവ് വേദനിക്കും, പക്ഷെ പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ ഉപേക്ഷിച്ച് പോകില്ല. പരിശുദ്ധാത്മാവ് നമ്മൾ ഉപേക്ഷിച്ച് പോകില്ല. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് പാപം ചെയ്തിട്ട് പിരിക്കുന്നുണ്ട്. പാപം ചെയ്തെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പരിശുദ്ധാത്മാവ് നിങ്ങൾ ഉപേക്ഷിച്ച് പോയി അങ്ങനെ വിചാരിക്കരുത്. എന്നേക്കും നിങ്ങൾ എത്രമാത്രം വീണ് കിടന്നാലും നിങ്ങളൊന്ന് മനസ്സ് തിരിഞ്ഞാൽ നിങ്ങളെ കുഴിയിൽ നിന്ന് ഉയർപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അവിടെ തന്നെയുണ്ട്. പരിശുദ്ധാത്മാവ് അവിടെ തന്നെയുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ തന്നെയുണ്ട്. അവൻ എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ വേണ്ടി മിശിഹായുടെ കുരിശുമരണം വഴി നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന ആത്മാവാണ്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, ഒരു നല്ല ഡോക്ടർ, നല്ലൊരു മനുഷ്യൻ സഭ വിട്ടുപോയാൽ ഉടനെ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ആ കൂട്ടത്തിൽ പോയി നിങ്ങൾ വിചാരിക്കരുത്. സഭയ്ക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. സഭയിലെ മക്കള് മനുഷ്യരായിരിക്കുന്നിടത്തോളം കാലം ഭൂമിയിലെ സഭയിൽ മാനുഷികമായ കുറ്റങ്ങളും കുറവുകളും ഒക്കെ സംഭവിക്കാം. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ ഈ അപ്സ് ആൻഡ് ഡൗൺസ് അനുസരിച്ച് പരിശുദ്ധാത്മാവ് സഭയെ ഉപേക്ഷിച്ചു പോവുകയും ഇടയ്ക്കിടയ്ക്ക് കയറി വരികയും അങ്ങനെയല്ല. പരിശുദ്ധാത്മാവും മിശിഹായുടെ സഭയും തമ്മിലുള്ള ബന്ധം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. ഡിക്രി ഓൺ ദ ചർച്ച് മിഷണറി ആക്ടിവിറ്റി, എ ജി എന്ന് പറഞ്ഞാൽ നല്ല തിയോളജിയൻസായ അച്ഛന്മാരെല്ലാം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അധികം പേര് പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ് ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ. ആദ് ജന്തസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രമാണരേഖയിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് ക്രിസ്തു മഹത്വീകൃതനാകുന്നതിന് മുമ്പ് തീർച്ചയായും പരിശുദ്ധാത്മാവ് ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ പന്തക്കുസ്താ നാളിൽ ശിഷ്യന്മാരോടൊത്ത് എന്നേക്കുമായി വസിക്കാൻ അവിടുന്ന് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ആദ് ജന്തസ് 4-ാമത്തെ ഖണ്ഡികയിലാണ് ഇത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആദ് ജന്തസിലെ 4-ാമത്തെ ഖണ്ഡികയിൽ ക്രിസ്തു മഹത്വീകൃതനാകുന്നതിന് മുമ്പ്, പന്തക്കുസ്ത തിരുനാളിന് മുമ്പ് തീർച്ചയായും ലോകത്തിൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ പന്തക്കുസ്താ നാളിൽ ശിഷ്യരോടൊത്ത് എന്നേക്കുമായിരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് അയക്കപ്പെട്ടു. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എന്നേക്കും സഭയുടെ കൂടെ എന്നേക്കും തിരുസഭയിൽ വസിക്കാൻ പരിശുദ്ധാത്മാവ് അയക്കപ്പെട്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവ് ഈ സഭയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ശരീരത്തിൽ അതിനെക്കുറിച്ച് വിശുദ്ധ ഇരണേവോസ് പറയുന്നത് ഇങ്ങനെയാണ്. ഇരണേവോസ് അതിനെക്കുറിച്ച് ഒരു നിരീക്ഷണം രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഇരണേവോസ് പറഞ്ഞത് എങ്ങനെയാണ്? There is a patristic and theological tradition concerning the relation between Holy Spirit and Church. ക്രിസ്തുവും അല്ലെങ്കിൽ യേശുവിന്റെ സഭയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തിന് സഭാപിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ ചില വെളിപ്പെടുത്തലുകളുണ്ട്. There is a tradition, patristic and theological tradition concerning the relation between Holy Spirit and the Church. A relation sometimes presented as analogous to the relation between soul and body. അതായത് ശരീരവും ജീവനും തമ്മിലുള്ള ബന്ധത്തോട് തുലനം ചെയ്തിട്ടാണ് സഭയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തെ സഭാപിതാക്കന്മാർ അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശരീരവും ജീവനും തമ്മിൽ എങ്ങനെയാണ് ബന്ധം, അതുപോലെയാണ് സഭയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ശരീരത്തിൽ ജീവൻ എവിടെയാണ് വസിക്കുന്നത്? ഉറക്കെ പറ. ഹൃദയത്തിലാണോ? അപ്പൊ ഹൃദയത്തിലാണ് ജീവനെങ്കിൽ ബ്രെയിൻ പറയാണ് എന്നാ ശരി, ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഹൃദയം അങ്ങോട്ട് നടത്തട്ടെ എന്ന് പറഞ്ഞ് ബ്രെയിൻ വർക്ക് ചെയ്ത് തരുന്ന ആള് ചത്തുപോകൂലേ? അപ്പം ബ്രെയിനിലാണ് ജീവൻ എന്ന് പറഞ്ഞാൽ കിഡ്നി പറയുന്ന അവരും അങ്ങോട്ട് വർക്ക് ചെയ്യട്ടെ, ഞാൻ ഹൃദയം ബ്രെയിനും കണ്ട് നടത്തട്ടെ, ഞാൻ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തായി സ്ഥിതി? കിഡ്നി 2 പോയാൽ എന്തായി സ്ഥിതി? അപ്പൊ കിഡ്നിയിലാണ് ജീവൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പറയാം എന്നാ ശരി, ഞാനില്ല, എന്നെ വേണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ നടത്തിക്കോ, ഞാനില്ല എന്ന് പറഞ്ഞപ്പോ എന്താ സ്ഥിതി? പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് ജീവൻ വസിക്കുന്നത്? ഉറക്കെ പറയൂ. ജീവൻ നെറുക മുതൽ ഉള്ളങ്കാല് വരെ എല്ലാ കോശങ്ങളിലും വ്യാപിച്ചു കിടക്കുകയാണ്.
മാമോദീസ മുങ്ങിയ സകല വിശ്വാസികളിലും പരിശുദ്ധാത്മാവ് വ്യാപിച്ചു നിറഞ്ഞ് ഒരൊറ്റ യൂണിറ്റാണ് യേശുവിൻ്റെ സഭ. ജീവിതാന്തസ് കൊണ്ട് മാർപ്പാപ്പ, കർദിനാളന്മാരും അത്രയും അങ്ങനെ പല ജീവിതാന്തസ്സിൽ നമ്മൾ പല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. പക്ഷേ യേശുവിൻ്റെ സഭ പരിശുദ്ധാത്മാവ് ഒറ്റ യൂണിറ്റാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരൊറ്റ ജീവൻ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് ശിരസിനുള്ളത് മുഴുവനും കാലിനുള്ളതാണ്. മിശിഹായുടെ മുഴുവൻ സമ്പത്തും ഓരോ അവയവത്തിന്റെ സമ്പത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എല്ലാ സ്ഥലത്തും വ്യാപിച്ചു കിടക്കും. നിങ്ങളുടെ വീട്ടിലും നിങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് വ്യാപിച്ചിരിക്കുകയാണ്. അട്ടപ്പാടിയിൽ പരിശുദ്ധാത്മാവ് ഉള്ളതുപോലെ, എന്നിൽ പരിശുദ്ധാത്മാവ് ഉള്ളതുപോലെ, വൈദികരിൽ പരിശുദ്ധാത്മാവ് ഉള്ളതുപോലെ, ശുശ്രൂഷകരിൽ പരിശുദ്ധാത്മാവ് ഉള്ളതുപോലെ സമസ്ത വ്യക്തികളുടെ മേലും ഈ പരിശുദ്ധാത്മാവ് വ്യാപിച്ചു കിടക്കുകയാണ്. ഒന്ന് ചെത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇതിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഈ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം ഈ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗം പഴുത്തു എന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഭാഗത്തൊരു വിഷം കയറി, ഒരു മുള്ളു കൊണ്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കും, എന്ത് ചെയ്യും? ഈ പഴുത്ത അല്ലെങ്കിൽ വിഷം കയറിയ ഭാഗത്തെ, അല്ലെങ്കിൽ കോശങ്ങൾ ചിലത് ഡെഡായി പോയി എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഈ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം ഈ ശരീരത്തിലെ ജീവന്റെ ഒരു പ്രത്യേക നൈസർഗികതയാണ് ആ ഡെഡായ കോശങ്ങളെ റീപ്ലേസ് ചെയ്ത് പുതിയ കോശങ്ങൾ ഉണ്ടാക്കും. തിരുസഭയിൽ എവിടെയെങ്കിലും ചില കുറ്റങ്ങളും കുറവുകളും ഉണ്ടായി, ചില തിരുസഭ അംഗത്തിന് ചില വീഴ്ചകൾ വന്നു വിചാരിച്ച് പ്രിയപ്പെട്ട മക്കളെ കൊടി പിടിച്ച് ഇൻക്ലാബ് വിളിച്ചു അല്ല സഭ നവീകരിക്കുന്നത്. റോഡിന്റെ പക്കത്ത് പോയിരുന്നും ജാഥ നയിച്ച് അല്ല തിരുസഭയെ നവീകരിക്കുന്നത്. ഒന്നാമതായി ഇങ്ങനെ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും അല്ല തിരുസഭയുടെ മുഖ്യ ആളുകൾ. യേശുവും പരിശുദ്ധാത്മാവുമാണ് സഭയുടെ മുഖ്യ ആളുകൾ. ഈ സഭ യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഭയാണ്. നമ്മളൊക്കെ ഇൻസ്ട്രുമെന്റ്സ് മാത്രം, ഞാനായാലും ആരായാലും. പ്രൈസ് ദി ലോർഡ്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെല്ലാം വെറും ഇംപെർഫെക്റ്റ് ഇൻസ്ട്രുമെന്റ്സ് മാത്രം. ഈ സഭ യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഭയാണ്. ഈ സഭയെ നവീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. It is the compulsory demand of Holy Spirit that the church has ever to be renewed. കർത്താവിന്റെ സഭ എന്നും വർഷത്തിലെ വാർഷിക ധ്യാന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്തോ അല്ല എവറി ഡേ, എവറി അവർ, എവറി മോമെന്റ്, എല്ലാ നിമിഷത്തിലും ഈ സഭയുടെ നവീകരണത്തിന് വേണ്ടി ആക്റ്റീവായ ഏജന്റാണ്, ആക്റ്റീവായ പവറാണ് ഹോളി സ്പിരിറ്റ്. അത് ഈ സഭയിലാണ് ഇരിക്കുന്നത്. ഈ ഹോളി സ്പിരിറ്റ് ആണ് എല്ലാ കോശങ്ങളും തമ്മിൽ ഐക്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്തെല്ലാം ഈ ലോകം കടന്ന് തലകുത്തി മറിഞ്ഞാലും ചാനലുകാര് ഇന്നല്ല എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും എല്ലാ നേരവും തലകുത്തി മറിഞ്ഞാലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്തോളം കാലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യജീവനം നിയോഗം ലഭിച്ച എല്ലാവരും അടിക്കടി കൃപയിൽ നിന്ന് കൃപയിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും, ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചു ഉയരും. നിങ്ങൾ സഭയുടെ ചരിത്രം എന്ന് പരിശോധിച്ച് നോക്കിയേ. 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെ സഭയുടെ സ്ഥിതി എന്തായിരുന്നു? നീറോ തൊട്ട് ഡയക്ലീഷ്യൻ തൊട്ട് 10-15 കിരാതന്മാരായ ചക്രവർത്തിമാര്, 10-15 കിരാതന്മാരായ ചക്രവർത്തി 300 വർഷം, 3 നൂറ്റാണ്ട് കണ്ടിന്യൂസ് ആയി ഈ സഭയെ തല്ലി 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 ഇല്ലാതാക്കാൻ നോക്കി. ആദ്യത്തെ നൂറ്റാണ്ടുകൾ ഏതാണ്ട് 1,10,00,000 ആളുകൾ രക്തസാക്ഷികളായെന്ന് നമുക്ക് അങ്ങനെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ച് ഓർമ്മിക്കുകയാണ്. എന്നിട്ട് ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച ഈ സഭയുടെ സ്ഥിതി എന്തായി? അംഗസംഖ്യ കുറയുകയാണ് കൂടുകയാണ് ചെയ്തത്, വിശ്വാസം കുറയുകയാണ് കൂടുകയാണ് ചെയ്തത്. ആ റോം തന്നെ ഈ വിശ്വാസത്തിന് ഏറ്റവും കേന്ദ്ര ഭാഗമായി മാറി. ഈ ദിവസങ്ങളിൽ ഇവിടെ പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടതാണ് ഇതൊക്കെ. രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ സഭാ വൃക്ഷം തഴച്ചു വളരാൻ പരിശുദ്ധാത്മാവ് കൂടുതൽ കൂടുതൽ ആക്റ്റീവായിക്കൊണ്ടിരുന്നു. എപ്പോൾ പീഡനമുണ്ടോ, എപ്പോൾ ഞെരുക്കമുണ്ടോ, അവിടെ ആത്മാവ് കൂടുതൽ കൂടുതൽ ആക്റ്റീവാണ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യത്തെ 4 നൂറ്റാണ്ടുകളിൽ സഭയുടെ സ്ഥിതി അതായിരുന്നു, അതികഠിനമായ മതപീഡനം. പക്ഷേ സഭ തളരുകയല്ല, ഈ ആത്മാവ് ഉള്ളിലിരുന്ന് സഭയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയെ വളർത്തുന്നത് ഞാനോ നിങ്ങളോ ചക്രവർത്തിമാരോ ഭരണകൂടങ്ങളാണെന്ന് വിചാരിക്കരുത്.
300 വർഷം കണ്ടിന്യൂസ് ആയി ഭരണത്തിൽ വന്ന ഗവൺമെന്റ് കണ്ടിന്യൂസ് ആയി 300 വർഷം ഇതിനെ തുടച്ചു മാറ്റാൻ കയ്യും മെയ്യും മറന്ന് അധ്വാനിച്ച്. അതിനൊക്കെ ചില ക്രിസ്ത്യാനികൾ ചെയ്ത് നിങ്ങൾ കേട്ടാൽ തരിച്ചു പോകും. അതായത് ക്രിസ്ത്യാനികളെ പിടിച്ചിട്ട് ടാറും കീലും അതുപോലുള്ള ഇന്ധനങ്ങൾ കൊണ്ടാണ് പൊതിഞ്ഞിട്ട് ഒരു മൊത്തം തീ വെച്ച് വഴിയിൽ കൊണ്ട് നിർത്തും. അപ്പം വഴിവിളക്കായി നിന്ന് കത്തുക. അതായത് പിന്നെ അനങ്ങാനൊന്നും പറ്റില്ല. ഇതിങ്ങനെ കീലം കിടക്കുന്നത് ഇതിങ്ങനെ കത്തുക എന്നുള്ളത് വേറെ വഴിയില്ല. അതുപോലെ ക്രൂരത 300 വർഷം ഈ വിശ്വാസികളോട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സഭ ദുർബലമാവുകയല്ല. ആത്മാവിന്റെ സഭ, പരിശുദ്ധാത്മാവിന്റെ സഭ വീണ്ടും വീണ്ടും ശക്തി പ്രാപിച്ചു. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. 4 മുതൽ 8 വരെയുള്ള നൂറ്റാണ്ടുകൾ, ആ നൂറ്റാണ്ടുകളിൽ കാണുന്നത് എങ്ങനെയാണ്? ഒരുപാട് ശീഷ്മകൾ, പാഷണ്ഡതകൾ, ദുരുപദേശങ്ങൾ, തോന്നിയാസമായ ഓരോരുത്തർ വരുന്ന പലതരത്തിലുള്ള അബദ്ധോപദേശങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. എണ്ണയില്ലാത്ത പാഷണ്ഡതകളുണ്ടായി. അപ്പോഴും സഭയുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് സഭയെ ഉപേക്ഷിച്ചു. ഒരുപാട് പേര് അങ്ങനെ പാഷണ്ഡതകൾ ആടി വളഞ്ഞ്, ഒരുപാട് പേര് ഒരുപക്ഷെ വിശ്വാസം ക്ഷയിച്ചു പോയി കാണുമായിരിക്കും. പക്ഷേ ആരൊക്കെ പോയാലും അപ്പോഴല്ല ഈശോ ചോദിക്കും, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? പൊയ്ക്കോളൂ. ഇതാണ് പറയണത്. നിത്യജീവന നിയോഗം ഉണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ആരും ഇവിടെ നിൽക്കണ്ട. അവനവന്റെ ആത്മരക്ഷ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിന്നാൽ മതി. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം, എൻ്റെ സഭയാണെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് സഭയുടെ ഉള്ളിൽ നിന്നു. ഈ പാഷണ്ഡത ശീഷ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറും ഡൂക്കിലുകൾ കൊണ്ടൊന്നും അല്ല. കണ്ട വിശുദ്ധന്മാർ കണ്ടാൽ അല്ലെങ്കിൽ ശരിക്കും 100% വിശുദ്ധമായി ജീവിക്കുന്ന ആളുകളായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത്. വെറുതെ ഡൂക്കിൽ വന്ന് പറയുന്ന പോലെ അല്ല ഇത്. അത്രയ്ക്കും വിശുദ്ധന്മാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ചിലപ്പോൾ ബിഷപ്സ് പോലും നേതൃത്വം കൊടുത്തിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ ഞാൻ മനസ്സിലാക്കുകയാണ്. ചിലപ്പോൾ വളരെ പ്രധാനപ്പെട്ട സഭാ നേതൃത്വങ്ങൾ തന്നെ. അപ്പോൾ നെസ്തോറിയ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴൊക്കെ വൈദികർ പോയാലും ബിഷപ്സ് പോയാലും ആളുകൾ പോയാലും മാതൃകാ പുരുഷന്മാർ പോയാലും ആദർശവാന്മാർ പോയാലും ആര് പോയാലും പരിശുദ്ധാത്മാവുണ്ട്. ഓക്കെ, പോകണവർക്കൊക്കെ പോകാം. പക്ഷേ ഞാൻ ഈ സഭയുടെ ഉള്ളിൽ വസിച്ച് ഇതിനെ നവീകരിച്ചോളൂ. ഞാൻ ഇവിടുന്ന് പുറത്തേക്കും, ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. 8 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകൾ, 8 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ട് പ്രത്യേകത ഇരുണ്ട യുഗം എന്നാണ് അറിയപ്പെടുന്നത്. ആ ചരിത്രമൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഇരുണ്ട യുഗം, ആ കാലത്ത് എന്തൊക്കെ ഉണ്ടായെന്ന് നമുക്ക് അറിയാം. അതുപോലെ ഒരുപാട് തരത്തിലുള്ള കുറ്റങ്ങൾ സഭയുടെ മേൽ ആരോപിക്കപ്പെടുന്നുണ്ട്, തിരുസഭ മക്കളുടെ മേൽ ആരോപിക്കപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴും അല്ലെങ്കിൽ ഫ്യൂഡലിസം പോലുള്ള കാര്യങ്ങളും പല കാര്യങ്ങളും ലോകത്തിൻ്റെ അരുവി മുഴുവൻ സഭയുടെ ഉള്ളിൽ കയറി പലതരത്തിലുള്ള രീതികളൊക്കെ മാറിയതായിട്ട്. പക്ഷെ അപ്പോഴും പരിശുദ്ധാത്മാവ് സഭയെ ഉപേക്ഷിച്ചില്ല. ഒരുപാട് പേര് പല കാര്യങ്ങൾ കണ്ട് മനസ്സ് മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കാണും. ഫ്രാൻസിസ് അസീസിനെ പോലുള്ള, ക്ലാരപ്പുണ്യവതിയെ പോലെയുള്ള, അമ്മത്രസിയെ പോലെയുള്ള വലിയ വലിയ മഹാരഥന്മാർ, വലിയ വിശുദ്ധന്മാരെ ഉയർത്തി പരിശുദ്ധാത്മാവിൻ്റെ വഴികളിലൂടെ തിരുസഭയ്ക്ക് പുതുജീവൻ, പുതിയ നവീകരണം, പുതിയ അഭിഷേകം കൊടുത്ത് സഭയെ നവീകരിച്ചു കൊണ്ടിരുന്നു. 14 തൊട്ട് 12 തൊട്ട് 16 വരെയുള്ള നൂറ്റാണ്ടുകൾ അത് മറ്റൊരു കാലഘട്ടമാണ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് പ്രോട്ടസ്റ്റന്റ് വിപ്ലവമൊക്കെ നിങ്ങൾ ഓർക്കണം. ആ സമയത്ത് ഒരുപാട്, പ്രത്യേകിച്ച് സഭയുടെ ഉള്ളിൽ മുഴുവൻ മോശം 90 കുറ്റങ്ങൾക്ക് എഴുതി പള്ളിയുടെ മുമ്പിലൊക്കെ ഒട്ടിച്ച് സഭ മുഴുവൻ അഴുക്കാണ്, സഭ മുഴുവൻ അഴിമതിയാണ്, സഭയിൽ ഒരു നീതിയില്ല, സഭയിൽ ഒരു വിശുദ്ധിയില്ല, സഭയിൽ ഒരു വെളിച്ചമില്ല, ഇങ്ങനെ ഇംഗ്ലാ വിളിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്ത് പോയ ഒരു അന്തരീക്ഷം നിങ്ങൾ ഓർക്കണം. പബ്ലിക്കായിട്ട് എഴുതി ഒട്ടിച്ച് സഭേനെ നാറ്റിച്ച് പോയവർ. അപ്പോഴും പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഓക്കെ, പോകേണ്ടവർക്കെല്ലാം പോകാം. പരിശുദ്ധാത്മാവ് ആ ഞെരുക്കത്തിലും ആ കണ്ണുനീരിലും ആ വേദനയിലും അവിടെ നിന്ന് അനേകം കർമ്മശേഷിയുള്ള വിശുദ്ധന്മാരെ ഉയർത്തി, ഇഗ്നേഷ്യസ് ലയോളയെ പോലുള്ള വിശുദ്ധന്മാരെയൊക്കെ ഉയർത്തി സഭയിൽ നവീകരണം കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. 16 തൊട്ട് 20 വരെയുള്ള നൂറ്റാണ്ടുകൾ, നെപ്പോളിയൻ, അതുപോലെ തന്നെ കമ്മ്യൂണിസം, റഷ്യയിൽ കമ്മ്യൂണിസം, ഫ്രാൻസിൽ നെപ്പോളിയൻ്റെ നേതൃത്വത്തിലുള്ളത്, അതുപോലെ തന്നെ ഒരുപാട് വിപ്ലവങ്ങൾ, സ്പെയിനിലുള്ള വിപ്ലവങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എത്രയോ വലിയ കിരാതന്മാർ അല്ലെങ്കിൽ ഹിറ്റ്ലറെ പോലുള്ള ആളുകളുടെ ആക്രമണങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകാധിപതികളും ഭരണകൂടങ്ങളും സാമ്രാജ്യ ശക്തികളെല്ലാം പല വിധത്തിൽ തച്ചുടച്ച് തേച്ച് മാച്ച് കളയാൻ നോക്കി. പക്ഷെ അപ്പോഴും പരിശുദ്ധാത്മാവ് ഒരുപാട് വൈദികരുടെ ജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള പാളിച്ചകൾ സംഭവിച്ചു പോയ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് സഭയെ തള്ളിക്കളഞ്ഞില്ല. പരിശുദ്ധാത്മാവ് സഭയുടെ ഉള്ളിൽ നിന്ന് വീണ്ടും സഭയെ നവീകരിച്ച് സഭയെ കഴുകി
യേശുവിൻ്റെ രണ്ടാം വരവിങ്കൽ മണവാളന് വേണ്ടി മണവാട്ടിയെ ഒരുക്കുന്ന ആ ഒരു കുടുംബ അല്ലെങ്കിൽ കുടുംബത്തെ പോലെ പരിശുദ്ധാത്മാവ് തിരുസഭയെ യേശുവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടേയിരുന്നു, വിശുദ്ധീകരിച്ചുകൊണ്ടിരുന്നു. തിരുസഭ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ അംഗങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരുന്നു. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നൂറ്റാണ്ടുകളിൽ, ഈ കഴിഞ്ഞ ഈ 21 നൂറ്റാണ്ടുകളിൽ സഭയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ്റെ ചരിത്രത്തിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ ഇടപെടുന്നത്, അതുപോലെ തന്നെയാണ് തിരുസഭയോടും പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളുണ്ട്. ചിലപ്പോൾ നമ്മൾ തീക്ഷ്ണതയോടെ, ഭയങ്കര തീക്ഷ്ണമായിട്ട് നമ്മൾ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിശുദ്ധമായി ജീവിക്കുന്നു. ചിലപ്പോൾ ഡൗൺ ആവുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ചില അവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ തളർന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ഉയർച്ചകളിലും താഴ്ചകളിലും നമ്മളെ ഉപേക്ഷിച്ച് പോകാതെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിന്ന് കൈപിടിച്ച് വീണ്ടും വീണ്ടും ശക്തി നൽകി, വീണ്ടും വീണ്ടും പന്തക്കുസ്താനുഭവം നൽകി, വീണ്ടും വീണ്ടും വിശുദ്ധീകരിച്ച് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ വീഴ്ച താഴ്ചകൾ, ഉയർച്ച താഴ്ചകളിൽ എങ്ങനെയാണോ ദൈവം ഇടപെടുന്നത്, അതുപോലെ തന്നെയാണ് നൂറ്റാണ്ടുകളിലൂടെയുള്ള സഭയുടെ യാത്രയിൽ പരിശുദ്ധാത്മാവ് സഭയോട് ഇടപെട്ടിട്ടുള്ളത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1960-നും 2000-നും ഇടയ്ക്ക് ഏതാണ്ട് 60,000-ഓളം വൈദികർ സഭ ഉപേക്ഷിച്ച് പോയതായിട്ട് ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചത് ഓർമ്മിക്കുകയാണ്. 1960 രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം 2000-ന് ഇടയ്ക്ക് 60,000-ഓളം വൈദികർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സഭ ഉപേക്ഷിച്ച് പോയി. ഒരുപാട് സമർപ്പിതർ തിരുസഭ വസ്ത്രമൊക്കെ ഉപേക്ഷിച്ച്, സിസ്റ്റർമാരുടെ വസ്ത്രമൊക്കെ ഉപേക്ഷിച്ച് അവർ സമർപ്പിച്ച് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴും ഇപ്പോഴും എന്നും എന്നേക്കും പരിശുദ്ധാത്മാവിന് ഈശോയ്ക്കും പറയാനുള്ളത് എങ്ങനെയാണ്? നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ആരും ഇവിടെ കെട്ടിയിടുന്നില്ല, ആരും ഇവിടെ ബന്ധിച്ചിടുന്നില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞ എങ്ങനെയാണ്? ഞാൻ ഈ സഭയിൽ നിന്ന് അന്ത്യം വരെ നയിക്കും. ഈ സഭയെ യേശുവിൻ്റെ രണ്ടാം വരവ് വരെ ഈ പരിശുദ്ധാത്മാവ് സഭയെ നവീകരിച്ചുകൊണ്ടിരിക്കും, വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും, കുറവുകൾ നികത്തിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് പറയാണ്, ഒരുപക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിനേക്കാൾ കൂടുതൽ വിശുദ്ധരായി ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും. പരിശുദ്ധാത്മാവ് പറയും, എന്നേക്കാൾ കൂടുതൽ വിശുദ്ധരാണ്, പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ, ഇവിടെ ഞാനും യേശു ഉണ്ടായിരിക്കും. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സഭയിൽ എന്താണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ സഭയിൽ എന്താണ് അന്വേഷിക്കുന്നത്? മാന്യന്മാരെയാണോ? നിങ്ങൾ സഭയിൽ എന്താണ് ആദർശ പുരുഷന്മാരെയാണോ? നിങ്ങൾ സഭയിൽ എന്താണ് അന്വേഷിക്കുന്നത്? യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും അന്വേഷിക്കുവിൻ, നിത്യജീവൻ അന്വേഷിക്കുവിൻ, ദൈവവചനം അന്വേഷിക്കുവിൻ. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കിയെല്ലാം മാനുഷികമായ ഉപകരണങ്ങളാണ്. മാനുഷികമായ ഉപകരണങ്ങൾക്ക് മാനുഷികമായ അന്തരീക്ഷമുണ്ട്. അവരോട് ഈ 2000 വർഷമായി പരിശുദ്ധാത്മാവ് ഇടപെട്ട് പരിശുദ്ധാത്മാവ് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ പ്രപഞ്ചത്തിൻ്റെ രൂപാന്തരീകരണം, ഈ പ്രപഞ്ചത്തിൽ വേനൽക്കാലം വരുന്നു, മഴക്കാലം വരുന്നു, ഇംഗ്ലീഷിലേക്കാണെങ്കിൽ ഓട്ടം, വിൻ്റർ, പിന്നെന്താണ്, പിന്നെയുണ്ടല്ലോ 3-4 സീസൺ, സമ്മർ. അതായത് വേനൽക്കാലം അല്ലെങ്കിൽ നല്ല പൂക്കളുള്ള കാലം, അത് കഴിഞ്ഞ കായഫലങ്ങളുള്ള കാലം, പിന്നെ ഇലയൊക്കെ ഉള്ള കാലം, പിന്നെ ഇലയൊന്നും ഇല്ലാതെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്നുമില്ലാതെ നിൽക്കുന്ന കാലം. ഇതിങ്ങനെ എങ്ങനെയാണ്? ആരെങ്കിലും ഇംഗ്ലാവ് വിളിച്ച് ഗീജൈ വിളിച്ചിട്ടാണ് ഇതൊക്കെ സഭ ഈ ഭൂമുഖം നവീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ സ്ലോലി നല്ല ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞ് ഇലയില്ലാതെയാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ കുറച്ച് കഴിയുമ്പോൾ അറിയാതെ പ്രപഞ്ചത്തിലെ എല്ലാതിൻ്റെയും ഈ ഇലയില്ലാത്ത മരങ്ങളെല്ലാം തളിർക്കാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഇതെല്ലാം നല്ല ഇലയായി പൂക്കളും ഇതൊക്കെ വരാൻ തുടങ്ങും. കായ്കളൊക്കെ നല്ല ഓട്ടം സീസൺ അല്ലേ, കായഫലങ്ങളുള്ള സീസൺ ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മാറും. അതായത് ഇവിടെ ആരും കടന്ന് ഇംഗ്ലാ വിളിച്ച് ബഹളം വെക്കേണ്ട കാര്യമില്ല. ഈ പ്രകൃതിയിൽ തന്നെ ഈ പ്രകൃതിയെ നവീകരിക്കുന്ന ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ശരീരത്തിന്റെ റിന്യൂവലിന് വേണ്ടി നടന്ന് ബഹളം വെക്കേണ്ട കാര്യമില്ല. ഈ ശരീരത്തിന് ഉള്ളിൽ തന്നെ അതിന്റെ ജീവൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തിരുസഭയിൽ എന്നും എപ്പോഴും എല്ലാ നേരവും എല്ലാ മണിക്കൂറിലും എല്ലാ മിനിറ്റിലും ഈ സഭയുടെ റിന്യൂവലിന് വേണ്ടി, ഈ സഭയുടെ നവീകരണത്തിന് വേണ്ടി നിരന്തരം ആക്റ്റീവ് ആയിരിക്കുന്ന ഘടകമാണ് പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറഞ്ഞ ഹാലി. അതുകൊണ്ടാണ് സങ്കീർത്തനം പറഞ്ഞത്, കർത്താവേ അങ്ങയുടെ
അരൂപിയെ അയക്കുക. അപ്പോൾ ഉറക്കെ പറ, അപ്പോൾ ഭൂതലം നവീകരിക്കപ്പെടും. തിരുസഭയിൽ നമ്മളത് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ അരൂപിയെ അയക്കുക, അപ്പോൾ സഭ നവീകരിക്കപ്പെടും. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിനെയും പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുക. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ഓഫ് ക്രിസ്മസ് കൂട്ടിപ്പോയ ഉണ്ണിയേശു അന്വേഷിക്കുക. സഭയിൽ യേശുവിനെയും പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുക. പ്രൈസ് ദി ലോർഡ് എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മിശിഹായുടെ ആത്മാവ് അവിടത്തേക്ക് ജീവൻ പ്രദാനം ചെയ്തതുപോലെ അവിടുത്തെ ശരീരമായ സഭയിലും അവിടുന്ന് ജീവൻ പ്രദാനം ചെയ്യുന്നു. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ലൂമൻ ജൻസിയും 4-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്: പരിശുദ്ധാത്മാവ് ഒരാലയത്തിൽ എന്നതുപോലെ തിരുസഭയിലും വിശ്വാസികളുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നു. സുവിശേഷത്തിന്റെ ശക്തിയാൽ അത് അവിടുന്ന് നിരന്തരം സഭയെ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. മണവാളിന് വേണ്ടി മണവാട്ടി എന്ന പോലെ പരിശുദ്ധാത്മാവ് സഭയിൽ ആന്തരികമായി വസിച്ചുകൊണ്ട് സഭയെ പുതിയ സഭയാക്കി മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സഭയുടെ ഉള്ളിൽ ആന്തരികമായി വസിച്ചുകൊണ്ട് ഒരു മണവാളിന് വേണ്ടി മണവാട്ടിയെ ഒരുക്കുന്നത് പോലെ ഈ സഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് മാനുഷികമായ ഘടകങ്ങൾ ആരായാലും എന്തായാലും അതല്ല കാര്യം. ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും അധികം ആദരിക്കുന്നവരും ഏറ്റവും അധികം മാനിക്കുന്നവരും പക്ഷേ എന്തെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് സഭ വിട്ടുപോകുകയോ പോകാതിരിക്കുകയോ വരുവോ പോവുകയോ ചെയ്യാം. മനുഷ്യരായിരിക്കരുത് നമ്മളുടെ വിശ്വാസത്തെ നിർണ്ണയിക്കുന്ന ഘടകം. നിങ്ങളുടെ അപ്പനമ്മമാരായിരിക്കരുത് നിങ്ങൾ സഭയെ ഉപേക്ഷിക്കണോ നിലനിൽക്കാനോ നിങ്ങളെ സ്വാധീനിക്കുന്ന ഘടകം. ഈശോയും പരിശുദ്ധാത്മാവും ആയിരിക്കണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗൗദിയം എത് സ്പെസ് ആ ഒരു പ്രമാണരേഖയിൽ 26-ാമത്തെ ഖണ്ഡികയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നതാണ്: ദൈവത്തിൻ്റെ ആത്മാവ് വിസ്മയകരമായ കരുതലോടെ സമയത്തിൻ്റെ ഗതിയിൽ പരിശുദ്ധാത്മാ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആരും ടെൻഷൻ പിടിക്കണ്ട. ഈ 2000 വർഷങ്ങൾ വിസ്മയകരമായ കരുതലോടെ എന്ന് പറഞ്ഞ ഒരു അമ്മയുടെ കുട്ടിക്ക് കരപ്പം പിടിച്ചാൽ ആ അമ്മ കരപ്പം പിടിച്ച കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്നത് പ്രത്യേക വിധമുണ്ട്. എല്ലായ്പ്പോഴും എല്ലാവരെയും ഒരേപോലെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഓരോ സമയത്തും ഓരോ കരുതലിന് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ കരപ്പം പിടിച്ച സമയമായിരിക്കും. ആ കരപ്പം പിടിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് വിസ്മയകരമായ കരുതലോടെ ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ സഭയ്ക്ക് ജീവൻ പ്രദാനം ചെയ്യും. മിശിഹായുടെ ആത്മാവ് മിശിഹായുടെ ശരീരത്തിന് ജീവൻ പ്രദാനം ചെയ്തതുപോലെ അവിടുത്തെ ശരീരമായ സഭയിലും അവിടുന്ന് ജീവൻ വർഷിക്കും. എന്നുവെച്ചത് പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റഡി നോക്കി. ആ സ്റ്റഡിയിൽ ഞാൻ കണ്ടെങ്ങനെയാണ് ഇതുവരെ ലോകത്തിൽ നടന്ന മാമോദിസ നടന്ന് തിരുസഭയിൽ അംഗമായുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്തിൽ മാമോദിസ മുങ്ങി തിരുസഭയിൽ അംഗമായി. തിരുസഭയുടെ അംഗസംഖ്യ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് കഴിഞ്ഞ വർഷവും ഈ വർഷമാണ്. 2017 2018 കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മാമോദിസ മുങ്ങി തിരുസഭയിൽ അംഗമായത്. റോമിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്കത് മനസ്സിലാവില്ല. ഇതെന്താണ് പീഡനം? എത്ര കൊടിയ പീഡനം! മിഡിൽ ഈസ്റ്റിലൊക്കെ പീഡനങ്ങൾ ചിന്തിച്ചു നോക്ക്. 2 വർഷങ്ങൾ നടന്നത്. അതുപോലെ ഓരോ സ്ഥലത്തും യൂറോപ്പിലും ഓരോ സ്ഥലത്തും എത്രമാത്രം പത്രമാധ്യമങ്ങളിലൂടെ എത്രമാത്രം കൊടിയ മാധ്യമ പീഡനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും സഭയ്ക്കൊരു പുത്രിയല്ല സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ പരിപാലനയിൽ ദൈവം അതെല്ലാം സഭയുടെ വിശുദ്ധീകരണവും അനുഗ്രഹമാക്കി മാറ്റും. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയണത്, ദൈവത്തിൻ്റെ ആത്മാവ് വിസ്മയകരമായ കരുതലോടെ സമയത്തിൻ്റെ ഗതിയിൽ സഭയെ നിയന്ത്രിക്കുന്നു, നവീകരിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ.